ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ 20 ശനിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഗസയിലെ വംശഹത്യയും ലോകത്തിൻ്റെ നിസ്സംഗതയും എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ റസാഖ് ആദ്യശ്ശേരി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തുന്നില്ല, ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കുന്നതിനും ഗസ പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ആക്രമണങ്ങളിൽ ഇതിനകം 65,141 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിൽ മൂന്നിലൊന്നും 5-ൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. പിറന്നു വീണവരെ മാത്രമല്ല, ഗർഭസ്ഥ ശിശുക്കളെയും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. 1,65,920 പേർക്ക് പരിക്കേറ്റു. ക്ഷാമം ലക്ഷങ്ങളെ ബാധിച്ചു. പോഷകാഹാരക്കുറവ് മൂലം 432ഓളം പേർ മരിച്ചു. ഇതിൽ 146 പേരും കുട്ടികളാണ്. സംഘർഷഭൂമിയിൽ സമാധാനത്തിൻ്റെ ദൂതുമായെത്താറുള്ള ഐക്യരാഷ്ട്രസഭയുടെ 346 ജീവനക്കാർ, യുദ്ധവിവരങ്ങൾ ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്ന 252 മാധ്യമപ്രവർത്തകർ എന്നിവരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഗസയെ തകർച്ചയിലേക്ക് തള്ളിവിട്ടു. ആശുപത്രികളും വീടുകളും സ്കൂളുകളും തകർത്തു. മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കി. ജനം പട്ടിണിയിലായി. ഗസയിലെ ജീവിതം നരകതുല്യമായി. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വംശഹത്യയെന്ന് പ്രഖ്യാപിച്ചു UN റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഗസയിലെ അവസാന മനുഷ്യരെയും ഇല്ലാതാക്കാനുള്ള കരയാക്രമണത്തിന് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ തുടക്കം കുറിച്ചു. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. 3000-ലധികം ഹമാസ് പ്രവർത്തകർ ഇപ്പോഴും ഗസ നഗരത്തിലുണ്ടെന്നാണ് ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കാൻ കാരണമായി പറയുന്നത്. ഗസയിൽ നിന്ന് മനുഷ്യരെ ഒഴിപ്പിച്ച് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനിക നീക്കം വരും ആഴ്ചകളിൽ ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട്. ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ സന്ദർശിച്ചു. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ വൈറ്റ് ഹൗസിൽ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ പട്ടിണി മൂലവും ബോംബിങ്ങിലൂടെയും 100 കണക്കിന് മനുഷ്യർ ദിനേന കൊല്ലപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തുടരുന്ന നിസ്സംഗത ഏറെ കഷ്ടമാണ്. ഫലസ്തീനിലെ ദുരിതം മാനുഷിക ദുരന്തം മാത്രമല്ല, ആഗോള പരാജയത്തിൻ്റെ വിനാശകരമായ കുറ്റപത്രവും കൂടിയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ മനുഷ്യ നിർമ്മിത ദുരന്തം എന്ന്, മനുഷ്യരാശിയുടെ തന്നെ പരാജയം എന്നും വിളിച്ചു. അതായത് ഗസയിലെ ക്ഷാമം പ്രകൃതിയുടെ പ്രവൃത്തിയല്ല, അത് മനുഷ്യർ രൂപകൽപ്പന ചെയ്തതാണ്. ഇസ്രായേൽ സൈന്യം ആശുപത്രികൾ തകർത്തും ഭക്ഷണം തടഞ്ഞും കൃഷിഭൂമി നശിപ്പിച്ചും ജനങ്ങളെ പട്ടിണി കിട്ടുമാണ് ക്ഷാമം സൃഷ്ടിച്ചത്. പട്ടിണി യുദ്ധത്തിനുള്ള ഉപകരണമാക്കി ഇസ്രായേൽ മാറ്റുകയായിരുന്നു. ഇതിനുവേണ്ടി 2025 മുതൽ ഇസ്രായേൽ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മാനസിക സഹായങ്ങൾ ഒന്നൊന്നായി തടഞ്ഞു. മുഴുവൻ വയർ ഹൗസുകളുടെയും പരിധിയിൽ കുടുംബങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുമായി ചെക്ക് പോസ്റ്റുകളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. അതിനെ ഇസ്രായേൽ സൈന്യം കടത്തിവിട്ടില്ല. സിവിലിയന്മാരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ അധിനിവേശ ക്രൂരതയുടെ പുതിയ രൂപവും ഭാവവുമായിരുന്നു ഗസയിലെ ക്ഷാമം. എന്നിട്ടും അന്താരാഷ്ട്ര സമൂഹം എന്ന് വിളിക്കുന്നവരുടെ കാപട്യം അമ്പരപ്പിക്കുന്നതാണ്. റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തുമ്പോൾ ലോകം മുഴുവൻ അതിനെതിരെ അണിനിരക്കുന്നു. സുഡാനിൽ സാധാരണക്കാർ പട്ടിണി കിടക്കുമ്പോൾ രോഷമുയരുന്നു. എന്നാൽ ഫലസ്തീൻ കുട്ടികൾ തകർന്നു വീഴുമ്പോൾ നേതാക്കൾ അവരുടെ മുഖം തിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ വീറ്റോ ചെയ്യപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമം തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നു. അന്താരാഷ്ട്ര നിയമം തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്നു. മറ്റിടങ്ങളിൽ യുദ്ധക്കുറ്റവുമായി അംഗീകരിക്കപ്പെടുന്ന പട്ടിണി ഇവിടെ
ഒഴിവ് കഴിവാണ്. ഈ ഇരട്ടത്താപ്പ് വിചിത്രമാണ്. ഗസയിലെ ക്ഷാമം അധിനിവേശത്തെ മാത്രമല്ല തുറന്നു കാട്ടുന്നത്, ധാർമ്മികത, അധികാരത്തിൽ നിന്നും വിട പറയുന്ന ആഗോള ക്രമത്തെ ഇത് തുറന്നു കാട്ടുന്നു. അതേസമയം സെപ്റ്റംബർ 9 ദോഹയിൽ ബോംബാക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന ചർച്ച ചെയ്യാൻ ലോകമെമ്പാടുമുള്ള 50-ലധികം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ തലവന്മാർ ദോഹയിൽ യോഗം ചേർന്നു. അമേരിക്കയുടെ ക്ഷണപ്രകാരം ഗസയിൽ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തുർക്കിയിൽ നിന്ന് ഖത്തറിലേക്ക് പോയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. 4 ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഒരു മുതിർന്ന ഹമാസ് നേതാവിൻ്റെ മകനും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. ഗസ സമാധാന ചർച്ചകൾ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ പുരോഗമിക്കവെയാണ് സയനിസ്റ്റ് രാഷ്ട്രം മിസൈൽ പ്രയോഗിച്ചത്. സയനിസ്റ്റ് രാഷ്ട്രത്തിന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. ഹമാസിൻ്റെ പൂർണ്ണ ഉന്മൂലനം എന്ന മറവിൽ ഫലസ്തീൻ എന്ന രാഷ്ട്ര സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഹമാസിൻ്റെ പിടിയിലായ ബന്ദികളുടെ പൂർണ്ണ മോചനത്തിനു വേണ്ടിയാണ് തങ്ങളുടെ ശ്രമമെന്ന ഇസ്രായേൽ അധികാരികളുടെ വാക്കുകൾ തങ്ങളുടെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രം മാത്രമാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അറബ് ലീഗിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിലും OIC അംഗങ്ങളായ ഏതാനും രാജ്യങ്ങളുടെ തലവന്മാർ ദോഹയിൽ ഒത്തുചേർന്നത്. അറബ് പ്രദേശങ്ങൾ ഘട്ടം ഘട്ടമായി പിടിച്ചെടുത്ത ശേഷം ഇസ്രായേലിൻ്റെ ഭാഗമാക്കുകയും അതിനെപ്പറ്റി പിന്നീട് ഉയരുന്ന അവകാശവാദങ്ങളെ ആകെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഇസ്രായേൽ പദ്ധതിയെ പ്രതിരോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടെങ്കിലും അതിനുള്ള മാർഗമേത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കൂട്ടായ സായുധ പ്രതിരോധത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന ആവശ്യം ദോഹ ഉച്ചകോടിയിൽ ഉയർന്നു വന്നെങ്കിലും അതിനെക്കുറിച്ച് യാതൊരു സൂചനയും സമ്മിറ്റിന് ശേഷം നേതാക്കൾ പുറപ്പെടുവിച്ച 25 സംയുക്ത പ്രസ്താവനയിലില്ല. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ വംശഹത്യ നടത്തുന്നത്. ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഒരു പ്രകോപനവും കൂടാതെ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു. നാളെ അവർ മറ്റു GCC രാഷ്ട്രങ്ങളിലേക്കും കടന്നു ചെല്ലാം. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ള ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചറിവ് വന്നിരിക്കുന്നു. ചോരക്കൊതി തീരാത്ത ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഈ 2 തെമ്മാടി രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർക്കെതിരെ ലോകരാഷ്ട്രങ്ങളും സമാധാനകാംക്ഷികളും ഒന്നിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരുകയുള്ളൂ എന്നാണ് പ്രിയപ്പെട്ട റസാഖ് ആദ്യശ്ശേരിയുടെ ലേഖനത്തിൻ്റെ കാതലായ വശം. ഗസയിലെ വംശഹത്യയും ലോകത്തിൻ്റെ നിസ്സംഗതയും എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട റസാഖ് ആദ്യശ്ശേരി എഴുതിയ ഈ ലേഖനം ഏറെ പ്രധാനമാണ്. ഇന്ന് ഫലസ്തീൻ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും അവർക്കെതിരെ നടക്കുന്ന നരനായിട്ടിനെ കുറിച്ചും കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് എത്രയും പെട്ടെന്നായി അവരുടെ സന്തോഷങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ പുഞ്ചിരിക്കുന്ന മുഖവും കണ്ട് അവർക്ക് സന്തോഷത്തോടെ അവരുടെ ഫലസ്തീൻ മണ്ണിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള സുപ്രധാനമായ വീഡിയോയുമായി സുപ്രധാന വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാ അസ്സലാമ.